ഡാ ആ കടയിൽ പോയി ഒരു കോഴി മേടിച്ചോണ്ട് വാ. ഇവിടെ കറി വെക്കാൻ അവർ പറയില്ല. എന്റെ പൊന്നാശാനെ അവിടെ പോയി കടന്നു ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. എന്നാ നീ ഒരു കാര്യം ചെയ്ത്, ആ പീതാംബരൻചാരന്റെ വീട്ടിൽ നാടൻ കോഴിയുണ്ട്, നീ പോയി ഒരെണ്ണം മേടിച്ചോണ്ട് വാ. ഞാൻ പൈസ തരുമെന്ന് പറഞ്ഞാൽ മതി. ഡ്രസ് ചെയ്ത് മേടിക്കണോ? അതൊന്നും വേണ്ട. ഇവിടെ വന്നിട്ട് ചൂടുവെള്ളത്തിലിട്ട് പപ്പും പൂടെയൊക്കെ പറിച്ചിട്ട് വറുത്തരച്ചൊരു കുണച്ച കറി അങ്ങോട്ട് വെക്കാം. എന്നാ 50 രൂപയുണ്ട്. പോയിട്ട് വരുമ്പോ ശാലം കപ്പ മേടിച്ചോണ്ട് പോവാ. ഇവിടെ ചേമ്പിരിപ്പുണ്ട്, കുഴച്ചു കൊടുക്കുണ്ടാക്കാം. ചേമ്പ് എവിടുന്നോ? പറമ്പിൽ നിന്നാ കുഴച്ച പുഴുക്കും ഉണച്ചരച്ച നാടൻ കറി കിടുക്കും. കോഴി കിട്ടിയോടാ? പുള്ളി തരില്ലാന്ന് പറഞ്ഞു. ഞാൻ കാശ് തരുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി പറയാ അവൻ അണ്ടി തരൂന്ന്. അത് അവന് കൊടുത്തിട്ട് വേണം അണ്ടി പോയ അണ്ണാന്റെ കൂട്ട് ഞാൻ ഇതിൽ നടക്കാൻ. എന്തോരം കോഴിയാ മയിലിന്റെ വീട്ടിൽ നിൽക്കുന്നത്. ഒരെണ്ണം വെറുതെ തരാൻ മേലെ. നാടൻ കോഴിയുടെ അരിമാങ്ങയും കരളും കൂട്ടി കുണച്ചു പുഴുക്ക് തിന്നുന്നത് സ്വപ്നം കണ്ടത് വെറുതെ ആയി. അടുക്കളയിൽ ശകലം വത്തനോടെ ഇരിപ്പുണ്ട്, അതരച്ച് വെളിച്ചെണ്ണയും കൂടി ഒരു പിടി പിടിക്കാം. കപ്പയെന്തി? അത് ഞാൻ മരുന്ന് മേടിച്ചാശാനെ, ഭയങ്കര ചെവി വേദനയായിരുന്നു. എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ മരുന്ന്? എന്നാ മരുന്ന് ആശാനെ? 8:30 വെളുപ്പിന് എഴുന്നേറ്റ് 8 പൊട്ടം തിരിയാത്ത കുട്ടപ്പന്റെ മുട്ടനാടിന്റെ അകിട്ടിലെ പാലെടുത്ത് കുടിച്ച് പീലി നിവൃത്തിയാടുന്ന മാമയിലിന്റെ പീലി കൊണ്ട് ഇക്കിളിയിട്ട പാപ്പച്ചന്റെ ചിരി റെക്കോർഡ് ചെയ്ത് ഇടത്തെ ചെവി കൂടെ കേട്ടാൽ ചെവിക്കല്ല് പൊട്ടി കർണപുറത്തിൽ കയറി പറി പാപ്പച്ചന്റെ ചിരി വലത്തെ ചെവിയിലൂടെ പുറത്തു ചാടും. അതോടുകൂടി പഴയതിലും മനോഹരമായിട്ട് നിന്റെ ചെവി കയറും. 50 രൂപയ്ക്ക് ചായയും പപ്സും കയറ്റിയല്ലേ? അതോ സമോസയാണോ? സമൂസ. നീ വെറും മൈരനാടാ. ഞാൻ അകത്ത് വത്തനോളം അരച്ചു വെച്ചേക്കാം. അതെടുത്ത് പറയെ തേച്ച് 10 മണിക്കുള്ള വണ്ടിക്ക് പത്തനാപുരത്ത് എന്ന് 10 പച്ചത്തത്തയുടെ കൂടെ ഒത്തിയെടുത്ത് കുത്തിയിരിക്കടാ. ഓന്തിനെ ഓലമടലിൽ ഇട്ട് ഊമ്പിക്കുന്ന ഓന്തുളിക്ക് പറയാ.